വഴിയുണ്ട്. ആ വഴി എന്തെന്നറിയോ? പരിപാവനമായ പരിശുദ്ധമായ ഹദ്ദാദോദല. ആ ഹദ്ദാദിലുള്ള പറയുന്ന ദിക്റുകളുണ്ടല്ലോ, ആ ഹദ്ദാദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദിക്റുകളുണ്ടല്ലോ, അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാ. വിശ്വാസികളോട് ചൊല്ലണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച അദ്കാറുകളാണ്. കലുഷിതമായ കാലഘട്ടങ്ങളിൽ വിപത്തുകൾ കടന്നു വരുമ്പോ, മുസീബാത്തുകൾ കടന്നു വരുമ്പോ, ഫിത്നകൾ കടന്നു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, ഹദ്ദാദ് വല്ലാത്തൊരു കവചമാണ്, ഒരു സുരക്ഷിതത്വമാണ്. ഓരോ ദിവസവും നമ്മൾ പാമ്പുകളെ കുത്തേറ്റ് മരിക്കുന്നു, പാമ്പിന്റെ വിഷമേറ്റ് മരിക്കുന്നു. നാം അറിഞ്ഞതും അറിയാത്തതും, പേര് കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ പല പല രോഗങ്ങൾ പടർന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രസവനെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന രോഗങ്ങളുടെ എണ്ണത്രയാ. മരുന്നില്ലാത്തത്, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തത്. എല്ലാ വിപത്തുകൾക്കും പരിഹാരമാണ് ഹദ്ദാദ്. അല്ലാഹുവേ, അതൊരു വല്ലാത്ത സുരക്ഷയാണത്, കവചമാണല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങി അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ എന്നതുവരെ 14ഓളം ദിക്റുകൾ 3 തവണ വീതം ഓതി അല്ലാഹുവേ, ആ ഹദ്ദാദ് എന്ന മനോഹരമായ അദ്കാറുകളുടെ സമാഹാരം നമ്മൾ ഓരോ ദിവസവും പൂർത്തിയാക്കിയാൽ പ്രസവനെ വിഷജന്തുക്കളിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കും. നമ്മുടെ ഭവനങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് കാവൽ ലഭിക്കും. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവൽ തരും. ഹദ്ദാദുകൾ മുടങ്ങാതിരുന്ന കാലമാണ് നമ്മുടെ പൂർവികരുടേത്. നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും വല്യമ്മയുടെയും വല്യപ്പയുടെയും ഒക്കെ കാലഘട്ടങ്ങൾ അല്ലാഹുവേ, ഹദ്ദാദ് മുടങ്ങിയിട്ടില്ല അവർക്ക്. ചിലർക്ക് ഹദ്ദാദ് എന്ന് കേട്ടാൽ അവർക്ക് ദഹിക്കില്ല. പലതും ദഹിക്കാത്തതുപോലെ അവർക്ക് ഹദ്ദാദും ദഹിക്കാതെ വരും. പക്ഷേ ഹദ്ദാദ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പണച്ചട്ടയാണ്. 4 ഭാഗത്തു നിന്നും കടന്നു വരുന്ന ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ശത്രുക്കളുടെ ചതികളുണ്ട്, സിഹറുകളുണ്ട്, ഐനുകളുണ്ട്. ഏത് വിപത്തുകളാണെങ്കിലും അല്ലാഹുവേ, ഹദ്ദാദിൽ അതിന് പരിഹാരമുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ.